എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ എൻ്റെ ചാനലിലൂടെ ഷെയർ ചെയ്യുന്നത് ഒരു സിമ്പിളായിട്ടുള്ള ഒരു പാചകത്തെ കുറിച്ചാണ്. നമുക്ക് പരിപ്പും ഉള്ളിയും, ചെറിയ ഉള്ളിയില്ലേ, ചെറിയ ഉള്ളി പിന്നെ പരിപ്പ്, ഇതുകൊണ്ട് നമുക്ക് സിമ്പിളായിട്ടൊരു കറി. ഉച്ചയ്ക്ക് ലഞ്ചിന് ചോറിന് ഒഴിച്ചു കൂട്ടാനായിട്ട് ചാറ് കറിയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ എൻ്റെ മനസ്സിൽ പെട്ടെന്നൊരു കറി നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന രീതിയിൽ ഉള്ളൊരു ഇതാണ്. അപ്പോൾ പരിപ്പ് ഞാൻ കഴുകി വെച്ച് വേവിക്കാൻ വെച്ചു. ആദ്യം പരിപ്പ് കഴുകി വേവിക്കാൻ വെച്ചു. അതിന് ശേഷം ചെറിയ ഉള്ളി, പിന്നെ കറിവേപ്പില, പച്ചമുളക് ഇതെല്ലാം കൂടി ഞാൻ അരിഞ്ഞെടുക്കാൻ പോവുകയാണ്. അപ്പം ചെറിയ ഉള്ളിയെ നല്ലതാണല്ലോ. അപ്പോൾ ഈ ചെറിയ ഉള്ളിയും പരിപ്പും കൂടി ചേർത്തിട്ടുള്ള ആ കറി നല്ല ടേസ്റ്റിയാണ്. തേങ്ങയൊന്നും അരയ്ക്കത്തില്ല. നമുക്ക് ഒരു പെട്ടെന്ന് നമുക്ക് സിമ്പിളായിട്ട് തന്നെ, അതായത് ഒത്തിരി ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ ഉള്ളിയുടെ ചെറിയ ഉള്ളിയുടെ തൊലി പൊളിക്കാനായിട്ട് ഭയങ്കര പാടാണല്ലോ, അത് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഒത്തിരി ടൈം എടുക്കും അതിന് പൊളിച്ചെടുക്കാനായിട്ട്. അപ്പം ഞാനത് പതിയെ ചെറിയ ഉള്ളിയുടെ ഒക്കെ തൊലിയൊക്കെ പൊളിച്ച് പിന്നെ കഴുകി എടുത്തു. അതിന് ശേഷം അത് ചെറുതായിട്ട് ഇങ്ങനെ അരിഞ്ഞിട്ട് ആദ്യം പിന്നെ പരിപ്പത് വേകണേ. പരിപ്പ് നമ്മൾ ആദ്യം അടുപ്പ് വെച്ച് കഴിഞ്ഞിട്ട് അതൊരു വേവ് ആകുമ്പോൾ തന്നെ, ചില പരിപ്പിന് ഒത്തിരി ടൈം എടുക്കുക. അത് കുക്കറിലാണെങ്കിലും വെക്കാൻ പറ്റും പെട്ടെന്ന്. ഞാനിത് കുക്കറിലല്ല, ചരുവത്തിലാണ് വെച്ചത്. എന്നിട്ട് അത് പാകത്തിന് വെന്ത് വന്നപ്പോൾ അതിൻ്റെ കൂടെ ഈ ഉള്ളി, പച്ചമുളകും കറിവേപ്പിലും എല്ലാം കൂടി അരിഞ്ഞത് അത് ചേർത്ത് ഒന്നും കൂടെ അത് കുറച്ച് ഒരു സമയം മൂടി വെച്ചിട്ട് ഒന്നും കൂടെ വേവിക്കണം. ഒന്നും കൂടെ വേവിച്ച് നന്നായിട്ട് അത് ഇങ്ങനെ നല്ലതായിട്ട് വെന്ത്, പരിപ്പ് ഒരു വിധം ഒത്തിരി ഇങ്ങനെ വെന്ത് കുഴയരുത് കേട്ടോ. അപ്പോൾ ആ പാകത്തിന് ഇങ്ങനെ ഒത്തിരി വേകാൻ പാടില്ല പരിപ്പേ, അല്ലെങ്കിൽ ഇങ്ങനെ കുഴഞ്ഞു പോവും രണ്ടും കൂടി. അപ്പം അത്ര അത് ഒരു ടേസ്റ്റ് അപ്പോൾ ഇച്ചിരി വ്യത്യസ്തമായിട്ടൊക്കെ തോന്നും. അപ്പോൾ ഈ ഇതെല്ലാം കൂടി വെന്ത്, അപ്പോൾ ഇപ്പുറത്തെ അടുപ്പിൽ ഗ്യാസിൽ മീൻകറിയുടേത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെയാണ് ഞാൻ കാണിക്കുന്നത്. അത് ഒരു വലിയ കടൽ വറ്റ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അത് വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പുറത്തെ അടുപ്പിൽ. അപ്പോൾ അതാണ് വറ്റയുടെ കഷ്ണമാണ് ഇത്. ഇനി നമുക്ക് അത് കിട്ടിയിട്ടുണ്ട്. പരിപ്പ് ഉള്ളിയൊക്കെ വെന്തു. നമുക്ക് എണ്ണയൊഴിച്ച് കടുക് പൊട്ടിച്ച് പിന്നെ അതിനകത്ത് ചേർക്കേണ്ട, ഇപ്പോൾ കടുക് പൊട്ടി വരുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് കടുകൊക്കെ പൊട്ടി വരുന്നത് വെളിച്ചെണ്ണയിലാണ് അത് ചെയ്യുന്നത്. അപ്പോൾ നല്ലൊരു ടേസ്റ്റി ഉണ്ടായിരിക്കും കേട്ടോ, നല്ല ടേസ്റ്റ് ആയിരിക്കും വെളിച്ചെണ്ണയിൽ ഈ കറിയൊന്നും. എല്ലാവരും ഒന്ന് വെച്ച് നോക്കും കേട്ടോ, വെച്ചിട്ടില്ലാത്തവർ വെച്ച് നോക്കണം. നമുക്ക് ചോറിനൊക്കെ ഒഴിച്ച് കൂട്ടാനായിട്ട് നല്ലൊരു കറിയാണ്. പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കുവാൻ ചെയ്യാം, സിമ്പിളായിട്ട്. ഒത്തിരി ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പം എണ്ണ ഒഴിച്ചു, കടുക് പൊട്ടി വരുന്നുണ്ട്. ഒച്ച കേൾക്കുന്നുണ്ട്, കടുക് പൊട്ടുന്നതിൻ്റെ ഒച്ച കേൾക്കുന്നുണ്ട്. ഇനി നമുക്ക് വേണ്ടിയത്, ഇത് മിക്കവരും ഇതിൽ ഉണ്ടാക്കിയിട്ടുണ്ടാവും കേട്ടോ. ഇത് നമുക്ക് വേണ്ട പൊടികളാണ് ചേർക്കേണ്ടത്. ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കും. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് ഒരു ശകലം 1 ടീസ്പൂൺ മുളക് പൊടിയുടെ ആവശ്യമില്ല, ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ആ എണ്ണയിൽ, ആ വെളിച്ചെണ്ണയിൽ നന്നായിട്ടൊന്നിങ്ങനെ വഴറ്റിയെടുത്തിട്ട് ഇനി അതിന് ശേഷം നമ്മളത് വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പും ചെറിയ ഉള്ളി കൂടി വേവിച്ചത് അങ്ങോട്ട് ഈ ചേർത്ത അരപ്പിലോട്ട് നമ്മൾ മിക്സ് ചെയ്യുവാണ്. അങ്ങനെയാണ് അത്. അത്രയേ ഉള്ളൂ ആ കറിയുടെ പിന്നെ ഇത് ഉണ്ടാക്കുന്ന രീതി ഇങ്ങനെയാണ്. വെറും സിമ്പിളായിട്ട് ഒരു ഒഴിച്ച് കൂട്ടാൻ കറി ഉച്ചയ്ക്ക് ലഞ്ചിന് വേണ്ടിയിട്ട് നല്ല ടേസ്റ്റിയാണ്. പിന്നെ വെളിച്ചെണ്ണയിലും കൂടിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ട് നല്ല മില്ലിൽ നിന്ന് വാങ്ങിച്ച വെളിച്ചെണ്ണയാണ്. അപ്പോൾ അതിൻ്റെ ആ ടേസ്റ്റും കൂടി ആകുമ്പോഴത്തേനും നല്ല കോമ്പിനേഷനാണ്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. പിന്നെ നമുക്ക് ഒരു ശകലം പുളിരസത്തിന് വേണ്ടിയിട്ടേ നമുക്ക് ഇത് ചേർക്കാൻ പറ്റും. വാളംപുളി ഞാനിങ്ങനെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പം വാളംപുളി അത് പിഴിഞ്ഞ് അതിൻ്റെ വെള്ളവും കൂടി ഒന്ന് നമുക്ക് ചേർത്ത് നോക്കാം. അപ്പം അതിനൊരു ചെറിയൊരു പുളി രസവും കൂടി വരും. അല്ലെങ്കിൽ നമുക്ക് ഇപ്പം പിന്നെ വാളംപുളിയുടെ വെള്ളം ചേർക്കുമ്പം നല്ല ഒരു ഇതായിട്ട് വരും. അല്ലാതെ പിന്നെ നമുക്ക് മാങ്ങയും ചെറിയതായിട്ട് അരിഞ്ഞ് ചേർക്കാൻ പറ്റും. മാങ്ങയും ചേർത്ത് നമുക്ക് നല്ലൊരു അടിപൊളി കറി ഉണ്ടാക്കാം.
എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ എൻ്റെ ചാനലിലൂടെ ഷെയർ ചെയ്യുന്നത് ഒരു സിമ്പിളായിട്ടുള്ള ഒരു പാചകത്തെ കുറിച്ചാണ്.